പോണത് ടൊവിനോ തോമസിന്റെ നടികർ ഫൈനലി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സൈന പ്ലേയിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആദ്യം തന്നെ താങ്ക്സ് ടു സൈന പ്ലേ. പക്ഷെ സൈന പ്ലേയുടെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ബാക്കി എല്ലാ OTT പ്ലാറ്റ്ഫോംസും 12 മണിക്ക് പടം ഇറക്കുമ്പോൾ സൈന പ്ലേക്ക് പിറ്റേ ദിവസം 8:30, 7:30, 9:30 മാത്രമേ നേരം വെളുക്കുള്ളൂ. എനിക്ക് എന്താ മനസ്സിലായിട്ടില്ല. അതൊരു തെണ്ടി സ്വഭാവമാണ് കേട്ടോ. സോ കഴിഞ്ഞ കൊല്ലം മെയിൽ എന്തോ തിയേറ്റർ റിലീസ് ചെയ്ത പടമാണ്. ഫൈനലി ഇയറിനെ പറയാനുള്ളൂ. ഗൗതം മേനോൻ അണ്ണ, നിങ്ങൾ കുറെ പടത്തിലൊക്കെ പോയി അഭിനയിച്ച് പൈസ ഉണ്ടാക്കി ഇതിന്റെ മറ്റേ ധ്രുവ നക്ഷത്രത്തിന്റെ പണിയൊക്കെ തീർത്തു എന്നല്ല പറഞ്ഞു. അറ്റ്ലീസ്റ്റ് OTT-യിലെങ്കിലും ഒന്ന് ഇറക്കി വിട്. ഈ ജന്മത്തിലല്ല, മിക്കവാറും അടുത്ത ജന്മത്തിൽ പോലും അത് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. ഇതേ ലിസ്റ്റിലുള്ള 2 പടമാണ്. ഒന്ന് തങ്കമണി ബാൻഡറി, പക്ഷെ 2 ഞാൻ തിയേറ്ററിൽ കണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമാണ്. നടികർ വേറൊന്നുമല്ല, ടൊവിനോ തോമസിന് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്തൊരു പടമാണ്. ആൻഡ് നമ്മുടെ ലാൽ ജൂനിയറിന്റെ ഈ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര റിച്ചും കളർഫുള്ളാണ്. നൈസ് പടം, ബട്ട് നോട്ട് സോ നൈസ് പറയാം. അതായത് സമയം പോവാൻ വേണ്ടി അത്യാവശ്യം കണ്ടിരിക്കുക, പക്ഷെ ലൈഫ്, ഇമോഷണൽ കണക്ഷൻ ഇതൊന്നും ഇല്ല. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രേം നസീറിന്റെ കുറച്ച് പോർഷൻസ് കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് സൂപ്പർ സ്റ്റാർഡം പറഞ്ഞത് റോസാപ്പൂ മാത്രമുള്ള ഒരു കിടക്കയല്ല, ഹാർഡ് വർക്കിലൂടെ കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഈ സൗബിൻ, അതേപോലെ തന്നെ ടൊവിനോ, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ്, ഈ 4 പേര് വരുന്ന സീൻസ് ഒക്കെ നൈസാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വലി, കുടി, പൊടി, പെണ്ണ് പിടി എന്നൊക്കെ ആയിട്ട് പടം താഴത്തോട്ട് പോകും. പിന്നെ ഇവരുടെ കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ പടം പൊന്തും. പിന്നെ നേരെ പോയിട്ട് കാക്കു കീ മൈ എന്നൊക്കെ പറയുമ്പോൾ പടം വീണ്ടും താഴത്തോട്ട് പോകും. അങ്ങനെ ഒരു AC വേവ് പോലെയാണ് ഈ പടം ത്രൂ ഔട്ട് പോണത്. ഈ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അനൂപ് മേനോനും അതേപോലെ ടൊവിനോ തോമസും തമ്മിലൊരു സീൻ ഉണ്ട്. അൺബെയറബിൾ. സത്യം പറഞ്ഞ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അത് തീരണമില്ല. ഏകദേശം 5, 10, 15 മിനിറ്റും ഉണ്ട്. അത് വൻ വെറുപ്പിക്കലായിരുന്നു. സോ അത്രയും നേരം നമുക്ക് നല്ല രസത്തിൽ കണ്ടിരുന്നെങ്കിലും ക്ലൈമാക്സ് വൻ ബോറായി തന്നെ വേണമെങ്കിൽ പറയാം. സോ ഒരു സിനിമാ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടൊവിനോ കിടുവായിരുന്നു കേട്ടോ. ടൊവിനോ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സൗബിൻ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ് എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഫൺ പടം, ചുമ്മാ ടൈം പാസിന് വേണമെങ്കിൽ കാണാവുന്ന ഒരു പടം. വലിയ എക്സ്പെക്ടേഷനിലൊന്നും പോയി കാണരുത്. ലോ എക്സ്പെക്ടേഷനിൽ കണ്ടാൽ ചിലപ്പോൾ വർക്കാവും. ഇപ്പൊ ഞാൻ ഈ സിനിമയുടെ 2 മണിക്കൂറോ 25 മിനിറ്റ് അങ്ങനെ എന്തുകൊണ്ട് പടം, ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ 1 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. കാരണം നല്ല രസത്തിലാണ് പോകുന്നത്. ഇടയ്ക്ക് മറ്റേ തെറിവിളി, അതേപോലെ തന്നെ പെണ്ണുപിടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം. ഭാവനയാണ് ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഭാവനയ്ക്ക് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കൊടുത്ത റോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ വൻ പ്രതീക്ഷയിൽ പോയി കാണാതെ ലിമിറ്റഡ് ആയിട്ട് ചെറിയൊരു പ്രതീക്ഷയൊക്കെ വെച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്ക് ആവില്ല. സോ കണ്ടവർ അവരവരുടെ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞില്ല, അനൂപ് മേനോന്റെ ആ ഒരു പോർഷൻ മാത്രം അൺബെയറബിൾ ആയിരുന്നു. അത് വൻ വെറുപ്പിക്കലായിരുന്നു. രഞ്ജിത്ത് വരുന്നുണ്ട്, ആ ഒരു പോർഷനൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. സോ ട്രൈ ഇറ്റ് ഔട്ട്. സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. പ്ലീസ്.